ഹലോ, ഞങ്ങളുടെ വിച്ചുട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ എന്താ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചു എൻ്റെ കൈ കൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വിച്ചുട്ടൻ്റെ ഫോട്ടോ ഞാൻ റൗണ്ട് ഷേപ്പിൽ പ്രിൻ്റ് എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഒരു MDFൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് എത്ര ഇഞ്ചാണെന്ന് എനിക്കറിയില്ല. ഫോട്ടോ ഞാൻ എടുത്തത് 8 ഇഞ്ചിൽ അങ്ങണ്ടാണ് കേട്ടോ അവർ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാനത് MDFൻ്റെ ബോർഡിൻ്റെ നടുക്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് സെൻറ്റർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കോമ്പസ് വെച്ച് കറക്റ്റ് റൗണ്ട് കൊടുത്തതിന് ശേഷം അത് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രാഫ്റ്റ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്കിങ്ങനെ കൈ കൊണ്ട് ചെയ്തിട്ട് കൊടുക്കണം എന്നുള്ളൊരു ഇൻട്രസ്റ്റിലാട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ട് അതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നമ്മൾ നെറ്റിപ്പട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചുറ്റും ഞാൻ ഗോൾഡൻ കളർ തുണി വെച്ചിട്ട് ചുറ്റും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുമല്ലോ, നെറ്റിപ്പട്ടത്തിന് ഫില്ലിങ് കൊടുക്കുന്ന ആ ബോളുണ്ടല്ലോ, അത് തന്നെയാണ് ഇതിൻ്റെ ചുറ്റും ഞാൻ കറക്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇത്തിരി ക്ഷമയോട് കൂടി ചെയ്യണം. കാരണം പശയൊന്നും നമ്മുടെ ഫോട്ടോ ഫ്രെയിമിലേക്കൊന്നും ആവാൻ പാടില്ല. കാരണം അങ്ങനെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോ ഫ്രെയിമിലേക്കല്ല ഫോട്ടോയിലേക്ക് ആവാൻ പാടില്ല. കാരണം ഫോട്ടോയിലേക്ക് ആയിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ എത്ര ഇതാക്കിയാണെങ്കിലും അത് പശ ഇത്തിരി കെമിക്കലല്ലേ, അതുകൊണ്ട് അത് ഇതാവുണ്ട്. ഞാൻ ഫേവി ബോണ്ടിൻ്റെ പശയാണ് കേട്ടോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഫേവിക്കോളൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, കാരണം അതൊക്കെ ഒട്ടാനായിട്ട് ഇത്തിരി പണിയുണ്ട്. അതുകൊണ്ട് ഇതാവുമ്പോൾ കറക്റ്റ് ഒട്ടി നല്ല വൃത്തിയിൽ ഒട്ടി വരും ചെയ്യും. കുറേശ്ശെയായിട്ടാണ് നമ്മൾ പശ തേക്കാൻ പാടുള്ളൂ ഈ ഫേവി ബോണ്ട് യൂസ് ചെയ്യുമ്പോൾ. കാരണം അതിനൊരു കുറേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു മഞ്ഞപ്പ് വരും, അപ്പോൾ അത് വൃത്തികേടാവും. ഇപ്പോൾ കുറേശ്ശെ നമ്മൾ തേത്തിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം. വളരെ ക്ഷമയോട് വേണ്ടിയിട്ട് വേണം കേട്ടോ ഒട്ടിക്കാനായിട്ട്. അമ്മയെ ഞാനും സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വെച്ചിട്ട് ഫോട്ടോയിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അവനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനിരുന്നാലും അവൻ വരും കേട്ടോ. ഞാൻ സഹായിക്കണം അമ്മയെ, സഹായിക്കുക എന്ന് പറഞ്ഞിട്ട് വരും കേട്ടോ. അങ്ങനെ അവനും എൻ്റെ കൂടെ ഇരുന്നിട്ട് അത് ഒട്ടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ചുറ്റും ഒട്ടിക്കാനായിട്ട് ഇത്തിരി ടൈം എടുത്തിട്ടാണ്, കാരണം ഇത്തിരി ടൈം കൺസ്യൂം ചെയ്യുന്ന പരിപാടിയാണിത്. ഞാൻ 3 റൗണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ചുറ്റും ഇതുപോലെ തന്നെ നമ്മൾ നെറ്റിപ്പട്ടത്തിന് അരങ്ങുണ്ടാക്കില്ല, അതുപോലെ തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നൂല് ബ്ലാക്കും ലൈറ്റ് റോസുമാണ് എടുത്തേക്കുന്നത്. കാരണം അവരുടെ ഡ്രസ്സ് ആ ഒരു ലൈറ്റ് ആയതുകൊണ്ട് ആ ലൈറ്റ് കളർ തന്നെയാട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതിന് ശേഷം നടുക്കിൽ, അതായത് നമ്മൾ തൂക്കിയിടേണ്ട നിറച്ച് നടുക്കിൽ ഒരു നമ്മുടെ ചരട് ഇങ്ങനെ മടക്കി ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഉള്ളിലേക്ക് ആക്കിയിട്ട്. അപ്പോൾ നല്ല സ്ട്രോങ്ങിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 ചുറ്റും ഞാൻ ആ ബോൾ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേണം നിങ്ങൾക്ക് 2 ചുറ്റും, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഔട്ടർ ലെയറിൽ വലിയ ബോളും അകത്ത് ഇന്നർ ചെറിയ ബോളായിട്ടും അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളതിൽ ഗമ്മ് തേച്ചിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ചുറ്റി വെച്ചേക്കുന്ന ആ നൂലിൻ്റെ ഇതുണ്ടല്ലോ, അരങ്ങ് ഇങ്ങനെ ചുറ്റും കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതുപോലെ കറക്റ്റ് നോക്കിയിട്ട് നല്ല വൃത്തിക്ക് വേണം അത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ അവിടെ നല്ലപോലെ പശ തേച്ചിട്ട് വേണം കേട്ടോ ഒട്ടിച്ച് കൊടുക്കാൻ. കാരണം അത് നമുക്ക് ഇളകി പോകാനായിട്ട് പാടില്ല. അതുകൊണ്ട് നല്ലപോലെ പശ തേച്ചിട്ട് വേണം അത് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ അത് ഒട്ടിച്ച് കൊടുത്തിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ഇതുപോലെ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷം, അത് കിട്ടുമ്പോൾ അവർക്കൊരു സന്തോഷം. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നെ.